എൻ സി പിയിലെ മന്ത്രി മാറ്റത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് വളരെ നിർണായകം. എൻ സി പി നേതൃത്വം ഈ ആഴ്ച മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. പാർട്ടി തീരുമാനം മുഖ്യമന്ത്രി കൂടി അംഗീകരിച്ചാൽ സത്യപ്രതിജ്ഞ ഉടൻ നടക്കുമെന്നറിയുന്നു. അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി ചേരുന്നു. അജീഷ്, ഗുഡ് മോർണിംഗ്. അജീഷ്, യഥാർത്ഥത്തിൽ നമ്മുടെ മന്ത്രി ശശീന്ദ്രൻ്റെ ക്യാമ്പിലുള്ള ആൾക്കാർ പറയുന്നത് ഈ മാധ്യമങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കി മന്ത്രിമാരെ എൻ സി പിയിൽ മാറ്റാൻ ശ്രമം നടത്തുകയാണല്ലോ എന്നാണല്ലോ. നമ്മളും കുത്തിത്തിരിപ്പിൻ്റെ കൂടെയാണോ എന്ന് പറയുക? എസ് കെ എന്തായാലും ഗുഡ് മോർണിംഗ്. ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്, അതായത് ഒരാഴ്ച മുമ്പ് തന്നെ ഈ മുംബൈയിൽ എൻ സി പിയുടെ സംസ്ഥാന അധ്യക്ഷനായ പി സി ചാക്കോയും അതുപോലെ കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസൊക്കെ മുംബൈയിലെത്തി ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെ കണ്ടിരുന്നു. അദ്ദേഹം ഈ മന്ത്രിമാറ്റം അതിനെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു പ്രധാനപ്പെട്ട അജണ്ട. അന്ന് ശരത് പവാർ എടുത്ത ഒരു തീരുമാനം എന്ന് പറയുന്നത് മന്ത്രിമാറ്റം സംസ്ഥാന വിഷയമാണ്, നിങ്ങൾ തന്നെ തീരുമാനിച്ചുകൊള്ളൂ എന്നായിരുന്നു. അതിനുശേഷം ശശീന്ദ്രൻ്റെ പ്രതികരണമൊക്കെ തേടിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആണ് ഈ ഒരു പ്രതികരണം, അതായത് ഇതെല്ലാം മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ അതങ്ങനെയല്ല. പാർട്ടിക്കകത്ത് ഇത് വലിയ രീതിയിൽ തർക്കമുണ്ട്. ഈ 9 ജില്ലാ പ്രസിഡന്റുമാരുടെ പിന്തുണ ഇതിൽ ഇത്തവണ തോമസ് കെ തോമസ് എം എൽ എക്കുണ്ട്, ഒപ്പം തന്നെ പി സി ചാക്കോയ്ക്കുമുണ്ട്. അതുകൊണ്ട് അവർക്കാണ് മുൻതൂക്കം പാർട്ടിക്കുള്ളിൽ. ശശീന്ദ്രൻ പക്ഷത്തിന് വളരെ ചെറിയൊരു പിന്തുണ മാത്രമേ പാർട്ടിക്കകത്തുള്ളൂ. പക്ഷേ മുഖ്യമന്ത്രിയുടെ പിന്തുണ അദ്ദേഹത്തിനായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ കണ്ട് നേരത്തെ തന്നെ മുഖ്യമന്ത്രിയെ കണ്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം, പാർട്ടിയുടെ തീരുമാനം അറിയിക്കാൻ ഇവർ തീരുമാനിച്ചത്. മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങളുടെ പാർട്ടി തീരുമാനിക്കൂ, അതനുസരിച്ച് ഞങ്ങൾ തീരുമാനമെടുത്തോളാം, മന്ത്രിയെ മാറ്റണമെങ്കിൽ അത് തീരുമാനമെടുക്കാമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഒരു നിലപാട്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം മുംബൈയുടെ ചർച്ചകൾക്ക് ശേഷം ദേശീയ അധ്യക്ഷൻ പറഞ്ഞത് നിങ്ങൾ സംസ്ഥാന നേതൃത്വം തീരുമാനമെടുക്കുമെന്നാണ്. അതിനുശേഷം എന്തായാലും അവിടെ മഴയുണ്ടോ കൂടിക്കാഴ്ച നടത്തും. നല്ല മഴയാണ്. നമ്മൾ ഈ ലൈവ് കൊടുക്കാനായി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് മഴ ശക്തമായി പെയ്തത്. രാവിലെയും ചെറിയ മഴയുണ്ടായിരുന്നു, ഇന്നലെ രാത്രിയും നല്ല മഴയുണ്ടായിരുന്നു. എന്തായാലും തിരുവനന്തപുരത്ത് അടുത്ത 2 ദിവസങ്ങളിൽ നല്ല മഴയുണ്ടാവുമെന്ന് കാലാവസ്ഥാ പ്രവചനവുമുണ്ട്. എന്നാൽ ഇപ്പോൾ നല്ല കിടിലം മഴയാണ്. എനിക്ക് അജീഷിനെ കണ്ടപ്പോൾ ഒരു കുരുത്തക്കെട്ട് തോന്നി. എന്താണെന്നറിയുന്നത്, അജീഷ് മഴയില്ലാതെ മഴയിൽ കുതിർന്ന് ഈ റിപ്പോർട്ടുകൾ ചെയ്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? കുടയില്ലാതെ കുടയൊന്ന് മാറി എന്നുമാതിരി ഒരിടത്ത് മാറ്റേണ്ട കേട്ടോ. ഓക്കെ, അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും ചേർന്നത്. കാര്യം, മഴ നനയുക എന്ന് പറയുന്നത് വലിയൊരു പ്രതിഭാസമാണെന്ന് ഞാൻ കരുതുന്നു.